ഇൻട്രൊഡക്ഷൻ ടു കെയ്ൻഷ്യൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഒട്ടനവധി റെവല്യൂഷണറി തോട്ട്സും എക്കണോമിക് പോളിസീസും കൊണ്ടുവന്ന് കെയ്ൻസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു എക്കണോമിക്സ് ബ്രാഞ്ചാണ് കെയ്ൻഷ്യൻ എക്കണോമിക്സ്. ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒട്ടനവധി പോളിസീസും തോട്ട്സും അത് ഫെയിലിയർ ആണെന്ന് കാണിക്കുകയും അതിൻ്റെ ഫലമായിട്ട് എക്കണോമിക് പ്രോബ്ലംസിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ ക്ലാസിക്കൽ എക്കണോമിക്സിന് കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഒന്ന് വേറെ രീതിയിൽ ചിന്തിക്കണം എന്ന് ലോകത്തിനെ പഠിപ്പിക്കുകയും മോഡേൺ മാക്രോ എക്കണോമിക്സിന് ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്സുകളാണ്: കെയ്ൻഷ്യൻ എക്കണോമിക്സിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, കീ കോൺസെപ്റ്റ്സ്, മേജർ കോൺസെപ്റ്റ്സ് ഇൻ ദി കെയ്ൻഷ്യൻ എക്കണോമിക്സ് ആൻഡ് എക്കണോമിക്സിലുള്ള കെയ്ൻഷ്യൻ എക്കണോമിക്സിൻ്റെ ഇമ്പാക്റ്റും കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 1939 കാലഘട്ടത്തിൽ ലോകം വലിയൊരു ഡിപ്രഷൻ ഫേസ് ചെയ്തു. ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അമേരിക്കയിൽ പോലും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 25% ആയിരുന്നു. ലോകം മുഴുവൻ ഭയങ്കരമായ പോവർട്ടി, ഭയങ്കരമായ അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ക്രൈസിസിൻ്റെ അങ്ങേ അറ്റം തന്നെയായിരുന്നു ലോകം വിറ്റ്നസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന എക്കണോമിക് പോളിസീസ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിക്സ് ആയിരുന്നു. ഈ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ പോളിസീസും തോട്ട്സും ഒന്നും ഈ ഡിപ്രഷനിൽ നിന്നും കരകയറ്റാൻ വേൾഡ് ഇക്കോണമീനെ സഹായിച്ചിട്ടില്ല. മാത്രമല്ല, നമുക്കറിയാം ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് സപ്ലൈ ക്രിയേറ്റ്സ് ഇൻ സോൺ ഡിമാൻഡ് എന്ന് പറയുന്ന സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ആയിരുന്നു. അതായത് നമ്മൾ എന്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി ആളുകൾ വാങ്ങിക്കോളും, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡഡ് ആയിക്കോളും എന്ന് പറയുന്ന സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് ആയിരുന്നു ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് വാട്ട് എവർ യു പ്രൊഡ്യൂസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ഡിമാൻഡഡ് ബൈ ദി കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെയിൽസ് ഓഫ് മാർക്കറ്റ്, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം ഡിമാൻഡഡ് ആവുമെന്ന് പറയുന്ന തോട്ട് ഫെയിലിയർ ആണെന്ന് ഗ്രേറ്റ് ഡിപ്രഷൻ കാണിച്ചു. അതേപോലെ തന്നെ ലേസർ ഫെയർ എന്ന് പറയുന്ന പോളിസി, അതായത് ഗവൺമെൻറ്റിൻ്റെ റോള് ഒരു രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഗവൺമെൻറ് ഇൻ്റർഫെയർ ചെയ്താൽ മതി. ഇക്കണോമിക് ആക്ടിവിറ്റീസിലൊന്നും ഗവൺമെൻറ് ഇൻ്റർഫെയർ ചെയ്യാൻ പാടില്ല. ഇക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ഓഫ് ദി ഇക്കോണമി ഷുഡ് ബി ലെഫ്റ്റ് ടു ദി ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്തോളും. അവിടെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് വർക്കൗട്ട് ചെയ്തോളും. ഡിസിക്വിലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കരുത്, ഗവൺമെൻറ് ഒരു എഫേർട്ട് എടുക്കരുത്. മാർക്കറ്റ് ഫോഴ്സസ് ഓട്ടോമാറ്റിക്കലി വിൽ ബ്രിങ് ദി ഇക്കോണമി ബാക്ക് ഇൻ ടു ദി ഇക്വിലിബ്രിയം എന്നാണ് ലേസർ ഫെയർ ഫിലോസഫിയും ക്ലാസിക്കൽ എക്കണോമിക്സും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്ന എക്കണോമിസ്റ്റുകൾക്കും പോളിസി മേക്കേഴ്സിനും കാണാൻ കഴിഞ്ഞത് ലോകം വീണ്ടും വീണ്ടും ഡിപ്രഷൻ്റെ എഫക്ട്സ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലേക്കായിരുന്നു. ആ ഒരു സമയത്താണ് ബ്രിട്ടീഷ് എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ജെ.എം. കെയ്ൻസ് രംഗത്തേക്ക് വരുന്നത്. ജെ.എം. കെയ്ൻസ് ക്ലാസിക്കൽ എക്കണോമിക് പോളിസീസിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെയും ഒരുപാട് തോട്ട്സിൻ്റെയും ക്രിറ്റിസിസമായിട്ടാണ് ലോകത്തേക്ക് വന്നത്. ആൻഡ് ഹീ പബ്ലിഷ്ഡ് ഹിസ് ഫേമസ് ബുക്ക് കോൾഡ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ജനറൽ തിയറി എന്നാണ് നമ്മൾ പൊതുവെ ഈ ബുക്കിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. 1936 ജെ.എം. കെയ്ൻസ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ക്ലാസിക്കൽ എക്കണോമിക്സിൽ നിന്നും ജെ.എം. കെയ്ൻസിൻ്റെ എക്കണോമിക്സ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നതെന്ന് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. അവിടെ നമ്മൾ കെയ്ൻസ് പറയുന്നത് വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നതാണ്. സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്ന സെയിൽസ് ലോ ഓഫ് മാർക്കറ്റിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡഡ് ആവുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒരുപാട് മാർക്കറ്റ് ഗ്ലട്ട് കുമിഞ്ഞുകൂടും, ഓവർ പ്രൊഡക്ഷൻ സംഭവിക്കും. ആ പ്രൊഡക്ട്സ് ഒന്നും വിറ്റ് പോവില്ല ഈസി ആയിട്ട്, അത് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡഡ് ആവില്ല എന്ന് കെയ്ൻസ് ഒരു തോട്ട് ലോകത്തിന് മുമ്പിൽ ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് കെയ്ൻസിൻ്റെ വാദഗതി എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദി ഡിമാൻഡ് സൈഡ്, വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ദി അഗ്രിഗേറ്റ് ഡിമാൻഡ്, വി ഷുഡ് ബി ഫോക്കസിങ് ഓൺ ക്രിയേറ്റിംഗ് ഡിമാൻഡ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അത് ഡിമാൻഡഡ് ആവാനും അത് വാങ്ങാനുള്ള കപ്പാസിറ്റി ആളുകൾക്ക് ഉണ്ടാവണം. ആൻഡ് വി ഷുഡ് ബി തിങ്കിങ് അബൌട്ട് ദാറ്റ്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഈ ഒരു ക്രൈസിസിൽ നിന്ന്, വേൾഡ് ഡിപ്രഷനിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കൂ എന്ന് കെയ്ൻസ് പഠിപ്പിച്ചു. പിന്നീടുള്ളതൊരു വേറൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് കെയ്ൻസിൻ്റെത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ആയിരുന്നു. നമുക്കറിയാം ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞത് ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ടെന്നാണ്. ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞത് ലേസർ ഫെയർ പോളിസിയാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, സേഫ്റ്റി ഒരുക്കുക എന്ന് മാത്രമാണ്. എക്കണോമിക്സിൽ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ലേസർ ഫെയർ അല്ലെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിക്സ് പറഞ്ഞെങ്കിൽ ജെ.എം. കെയ്ൻസ് പറഞ്ഞത് ഗവൺമെൻറ് ഹാസ് എ വെരി ക്ലിയർ റോൾ ഇൻ ഡീലിംഗ് വിത്ത് എക്കോണമിക് ആക്ടിവിറ്റീസ് ആൻഡ് അഫയേഴ്സ് ഓഫ് ആൻ എക്കോണമി എന്നുള്ളതാണ് ജെ.എം. കെയ്ൻസ് പറഞ്ഞത്. അപ്പോൾ
കെയ്ൻഷ്യൻ ഇക്കണോമിക്സ് ക്ലാസിക്കൽ ഇക്കണോമിക്സും വ്യത്യസ്തമാവുന്നത് സപ്ലൈയിലല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അഗ്രിഗേറ്റ് ഡിമാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിന് റോളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പാടില്ല. അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, പോവർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ വാങ്ങാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഷുഡ് ഡെഫിനറ്റ്ലി ഇൻ്റർഫിയർ. ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇസ് മാൻഡേറ്ററി എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ ഫിലോസഫി. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ കെയ്ൻഷ്യൻ ഇക്കണോമിക്സിൽ വളരെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ട 4 കോൺസെപ്റ്റ്സ് അങ്ങനെ വരുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും ഗവൺമെൻറ് ഇൻ്റർവെൻഷനും അതിൻ്റെ കൂടെ മൾട്ടിപ്ലയർ എഫക്റ്റും പിന്നെ കൺസ്യൂമർ സ്പെൻഡിങ്ങിനുള്ള ഇമ്പോർട്ടൻസുമാണ്. ഇതൊന്നും ചിന്തിക്കാതിരുന്ന ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ കാലഘട്ടത്തിലേക്കാണ് ജെയിം കെയ്ൻസ് ഈ ഒരു റെവല്യൂഷണറി തോട്ട്സും റെവല്യൂഷണറി ഐഡിയാസുമായിട്ട് പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സപ്ലൈയിലല്ല, നമ്മൾ അറ്റ് ദി സെയിം ടൈം വി ഷുഡ് ബി ഓൾസോ ഫോക്കസിങ് ഓൺ ദി ഡിമാൻഡ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഡിമാൻഡഡ് ആണെന്ന് വി ഷുഡ് ബി എൻഷുവറിങ്. ദി അതർ വൺ ഇസ് ദി ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. Keynes was strongly advocating for active government interference if we really want to bring employment, അല്ലെങ്കിൽ if we really want to bring full employment, അല്ലെങ്കിൽ if we really want to bring equilibrium in the market. And also Keynes believe ചെയ്തത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിലോടുകൂടെ നമുക്കൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഗവൺമെൻറ് ₹1 സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അത് ₹1 മുകളിലായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഡ്വക്കസി. നമ്മളൊരു ₹10 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് ഒരു ₹10 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ₹10 സ്പെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് വരാൻ പോകുന്ന ചേഞ്ചസ് ഇൻ ദി ഔട്ട്പുട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് വരാൻ പോകുന്ന ഇൻകത്തിലുള്ള ചേഞ്ച് അത് ₹10 മുകളിലാണ്. അപ്പോൾ ഞാൻ പേഴ്സണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും ഗവൺമെൻറ് പേഴ്സണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും ആ ഒരു സ്പെൻഡിങ്ങിന് ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ മുകളിൽ ഒരു മൾട്ടിപ്ലയർ എഫക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഷുഡ് ബി സ്പെൻഡിങ്, ഗവൺമെൻറ് ഷുഡ് ബി ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു തോട്ടിന് രൂപം കൊടുത്തത് കെയ്ൻസിൻ്റെ ഇക്കണോമിക് ഐഡിയാസാണ്. അതിൻ്റെ കൂടെ തന്നെ കെയ്ൻസ് പറഞ്ഞത് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസും ഫുൾ എംപ്ലോയ്മെൻറ്റും അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ജനങ്ങളുടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആളുകളുടെ കൺസ്യൂമേഴ്സിൻ്റെ സ്പെൻഡിങ്ങിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് നമുക്ക് കുറക്കാൻ പറ്റില്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സാധനം ആളുകൾ വാങ്ങണമെങ്കിൽ ദേ ഷുഡ് ബി ഹാവിങ് ദി കപ്പാസിറ്റി ടു പേ ഫോർ ദി പ്രൊഡക്റ്റ് ദാറ്റ് യു ഹാവ് മാനുഫാക്ചർഡ് അല്ലെങ്കിൽ യു ഹാവ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കൺസ്യൂമേഴ്സിൻ്റെ സ്പെൻഡിങ്ങിലേക്കും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് കെയ്ൻസ് പറഞ്ഞത്. അപ്പോൾ ആളുകളുടെ സ്പെൻഡിങ് എങ്ങനെയാണ് കൂട്ടുക? ആളുകളുടെ ഇൻകം കൂടണം. ആളുകളുടെ ഇൻകം എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക? ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണം. കാരണം നമ്മൾ ഇക്കണോമിക് ക്രൈസിസിലാണ് ഓൾറെഡി ഉള്ളത്. ജനങ്ങളൊക്കെ പോവർട്ടിയിലാണ്, ജനങ്ങളൊക്കെ അൺഎംപ്ലോയിഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇക്കോണമീനെ രക്ഷപ്പെടുത്തണമെങ്കിൽ പീപ്പിൾ ഷുഡ് ബി ഹാവിങ് ദി മണി, പീപ്പിൾ ഷുഡ് ബി സ്പെൻഡിങ് ഓൺ ദി പ്രൊഡക്റ്റ് ദാറ്റ് യു ഹാവ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ആളുകൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ, ആളുകൾക്ക് ഇൻകം ഉണ്ടാവണമെങ്കിൽ ഗവൺമെൻറ്റിന് വ്യക്തമായൊരു ഇൻ്റർവെൻഷൻ പ്ലാൻസ് ഉണ്ടാവണം, ഇൻ്റർവെൻഷൻ പോളിസീസ് ഉണ്ടാവണം. ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യണം, ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് പ്രകാരം ആളുകളുടെ ഇൻകം കൂടും, ഗവൺമെൻറ്റിൻ്റെ ഇൻകം കൂടും, അല്ലെങ്കിൽ ഇക്കോണമിയുടെ ഇൻകം കൂടും എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ തോട്ട്സ്. അതേപോലെ കെയ്ൻസിൻ്റെ എക്കണോമിക്സിൻ്റെ ഒരു മേജർ ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസ്ക്കൽ പോളിസിക്കും മോണിറ്ററി പോളിസിക്കും കാരണമായി എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ. ഗവൺമെൻറ് ഇടപെടരുത് എന്ന് പറഞ്ഞെടുത്തൊന്നും ഗവൺമെൻറ് ഷുഡ് ഇൻ്റർഫിയർ എന്ന് പറഞ്ഞ് അതാണ് ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്, ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിസീസ് ഉണ്ടാവാൻ തുടങ്ങിയത് കെയ്ൻസിൻ്റെ ഈ തോട്ട്സിന് ശേഷമാണ്. സെൻട്രൽ ബാങ്കിൻ്റെതും ഈ മോണിറ്ററി ഇൻട്രസ്റ്റ് റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസിലും ഗവൺമെൻറ് ഇൻ്റർഫിയറൻസും അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ ഇൻ്റർഫിയറൻസ് ഒക്കെ വരാൻ തുടങ്ങിയ അതിന് കാരണമായിട്ടുള്ള മോണിറ്ററി പോളിസീസ് ഒക്കെ എമേർജ് ചെയ്തതും കെയ്ൻസിൻ്റെ ഐഡിയാസിലൂടെയും തോട്ട്സിലൂടെയും കൂടിയാണ്. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, വേൾഡ് വാർ 2 ശേഷം ലോകം മുഴുവൻ ആ ഒരു ക്രൈസിസ് നിന്ന്, യുദ്ധം സമ്മാനിച്ച വിപത്തുകളിൽ നിന്നും അവർ കരകയറാൻ വേണ്ടിയിട്ട് അവർ എക്കണോമിക് പോളിസീസിനെ പ്ലാൻ ചെയ്യുമ്പോൾ അവർ കെയ്ൻസിൻ്റെ എക്കണോമിക് ഐഡിയാസാണ് ലോകം മുഴുവനുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗവൺമെൻറ്റ്സും അഡോപ്റ്റ് ചെയ്തതെന്നും കെയ്ൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. കൂടാതെ മോഡേൺ മാക്രോ എക്കണോമിക്സിന് വളരെ വ്യക്തമായൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനും കെയ്ൻഷ്യൻ എക്കണോമിക് തോട്ട്സിനും കെയ്ൻഷ്യൻ ഐഡിയാസിനുമാണ് കഴിഞ്ഞത്. ഇതാണ് കെയ്ൻഷ്യൻ എക്കണോമിക്സിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ക്ലാസിക്കൽ എക്കണോമിക്സ് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കെയ്ൻസ് പറഞ്ഞത് ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ് ഇസ് മാൻഡേറ്ററി എന്നുള്ളതാണ്. ക്ലാസിക്കൽ എക്കണോമിക്സ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി ഡിമാൻഡഡ് ആവുമെന്ന് ക്ലാസിക്കൽ എക്കണോമിക്സ് വിശ്വസിച്ചപ്പോൾ അതല്ല യാഥാർത്ഥ്യം. ഗ്രേറ്റ് ഡിപ്രഷനിൽ നമ്മൾ കണ്ടത് അങ്ങനെയല്ല. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ ആളുകൾ വാങ്ങുന്നില്ല. വി ഷുഡ് ബി ഡെഫിനറ്റ്ലി ഫോക്കസിങ്, വി ഷുഡ് ബി ഡെലിബറേറ്റ്ലി ഫോക്കസിങ് ഓൺ ക്രിയേറ്റിംഗ് ഡിമാൻഡ് എന്നുള്ളതായിരുന്നു കെയ്ൻസിൻ്റെ ഐഡിയോളജി, കെയ്ൻസിൻ്റെ തോട്ട്. അതാണ് ശരിക്കും 1930s ഗ്രേറ്റ് ഡിപ്രഷനിൽ നിന്നും വേൾഡ് വാർ 2 ശേഷം ലോകം അനുഭവിച്ച എക്കണോമിക് ടെർമോയിൽസിൽ നിന്നും ലോകത്തെ കരകയറാൻ സഹായിച്ചത്. അതാണ് കെയ്ൻഷ്യൻ എക്കണോമിക്സിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്.